വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ബീഫ് വിന്താലു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറക്റ്റ് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കാം. അതിലേക്ക് ഞാനിവിടെ 2 സവാളയാണ് ഈ ഒരു ബീഫ് വിന്താലിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അതിൽ ഒരു സവാള നമുക്ക് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 കരയാമ്പൂ, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതായത് വലിയ ജീരകമല്ല, ചെറിയ ജീരകം അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു 1/4 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത്. കറുകപ്പട്ട പൊടിച്ചതില്ലെങ്കിൽ കറുകപ്പട്ട ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനെഗർ. അത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചില ഭാഗങ്ങളിൽ ബീഫ് വിന്താലു ഉണ്ടാക്കുമ്പോൾ മുരിങ്ങത്തൊലി ചേർത്ത് കൊടുക്കലുണ്ട്. മുരിങ്ങത്തൊലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം മുരിങ്ങത്തൊലി ഈ അരക്കുന്ന കൂട്ടത്തിൽ കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക കേട്ടോ. ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് വിന്താലു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ച് കൊടുക്കുക. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. പിന്നെ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരുത്താം. ചില ബീഫിൽ വേവിൽ വ്യത്യാസം വരും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 6 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഈ ഇതിലത്തെ ചാറൊന്നും കൂടി വറ്റിച്ചെടുക്കാം. ബീഫ് എന്തായാലും ശരിക്കും അതിൽ ചാറും ലൂസായിട്ട് ഇരിക്കില്ല, നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി വിനെഗർ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഈ വിനെഗറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ബീഫ് വിന്താലിൽ ശരിക്ക് പുളിയാണ് മുന്തി നിൽക്കുക. അപ്പോൾ നിങ്ങൾ പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വിനെഗർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു കറിയിൽ നമ്മൾ വേപ്പില ചേർക്കുന്നില്ല കേട്ടോ. വേപ്പില ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു രുചിയായിരിക്കുള്ളൂ. വേപ്പില ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ രുചി. രണ്ടും രുചിയുടെ നല്ല വ്യത്യാസമുണ്ട്. ഇതിലെപ്പോഴും കൂടുതലായിട്ട് പുളിയായിരിക്കും മുന്തിരിക്കുക. ഞാൻ ഇത്രയും വറ്റിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. ഇത് കൊച്ചി സ്റ്റൈലിലുള്ള ബീഫ് വിന്താലു ഉണ്ടാ. ഞാനിതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.